Hello friends, welcome to Sheikha classes. അപ്പോൾ നമുക്ക് ക്ലാസിഫിക്കേഷനിലെ കെമിസ്ട്രി ക്ലാസിഫിക്കേഷനിലെ നമുക്ക് ചില എക്സെപ്ഷൻസ് നോക്കാം. അയനൈസേഷൻ എന്തൽപിയിലും ഇലക്ട്രോൺ ഗെയിൻ എന്തൽപിയിലുള്ള ചില എക്സെപ്ഷൻസ് നോക്കാം. അപ്പം ആദ്യം നമുക്ക് എന്താക്കാം, അയനൈസേഷൻ എന്തൽപിയിലുള്ള എക്സെപ്ഷൻ നോക്കാം. അയനൈസേഷൻ എന്തൽപിന്റെ ഓർഡർ ശരിക്കും എങ്ങനെയാണ്? അക്രോസ് ദ പീരീഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇൻക്രീസിംഗ് ആണ്. ഗ്രൂപ്പ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലോ ഡിക്രീസിംഗ് ആണ്. നമുക്കറിയാം അറ്റോമിക് റേഡിയസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ അയനൈസേഷൻ എന്തൽപി. അപ്പൊ പീരീഡ് വൈസ് നോക്കുന്ന സമയത്ത് അത് ഇൻക്രീസിംഗ് ആണ്, ഗ്രൂപ്പ് വൈസ് നോക്കുന്ന സമയത്ത് അത് ഡിക്രീസിംഗ് ആണ്. പക്ഷെ ചില കാര്യത്തിൽ എക്സെപ്ഷൻസ് ഉണ്ട്. നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പിന്റെ കേസിൽ നോക്കാം. സെക്കൻഡ് ഗ്രൂപ്പിൽ എന്താണ്, താഴത്തേക്ക് വരുന്നോറും അയനൈസേഷൻ ഗ്രൂപ്പ് വൈസ് നോക്കുന്ന സമയത്ത് അയനൈസേഷൻ എന്തൽപി കുറയണമെന്ന് പറഞ്ഞേ. പക്ഷെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ഏതാണ്? ബെറീലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം കഴിഞ്ഞിട്ടാണ് റേഡിയം വരുന്നത് അല്ലെ. പക്ഷെ ഇവിടുത്തെ കേസിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഇവിടെ ഇവർ രണ്ടുപേരും ഒന്ന് ജസ്റ്റ് ഓരോ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് പീരീഡിന്റെ കേസിൽ, സെക്കൻഡ് ഗ്രൂപ്പ് സെക്കൻഡ് പീരീഡിന്റെ കേസിൽ എന്താണ്, പീരീഡ് വൈസ് പോകുന്ന സമയത്ത് അയനൈസേഷൻ എന്തൽപി ഇൻക്രീസ് ചെയ്യുന്നത് പറഞ്ഞത്. പക്ഷെ ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഇവിടെ ബോറോണും ബെറീലിയത്തിന്റെ കേസിലും ഓക്സിജൻ നൈട്രജന്റെ കേസിലും ചില എക്സെപ്ഷൻ ഉണ്ട് അയനൈസേഷൻ എന്തൽപിയിൽ. അതുപോലെ നമുക്ക് ഇലക്ട്രോൺ ഗെയിൻ എന്തൽപിയിലും കൂടിയുള്ള എക്സെപ്ഷൻ നോക്കാം. ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി എപ്പോൾ എന്തായിരിക്കും? പോസിറ്റീവ്, ഓൾവേസ് പോസിറ്റീവ് ആണ് ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി. നമുക്കറിയാം ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി എന്നുള്ളത് എന്താണ്, ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി നമുക്കറിയാം. അപ്പൊ 16th ഗ്രൂപ്പ് എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി എന്താണ് ഒരു എക്സെപ്ഷൻ ഓക്സിജന്റെ കേസിൽ വരുന്നുണ്ട് ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി. അത് ഓക്സിജൻ ശരിക്കും എന്താണ് ഇവിടെ സൾഫറിനേക്കാൾ മുന്നേ വരേണ്ട ആളാണ്. പക്ഷെ ഇവിടുത്തെ ഒരു എക്സെപ്ഷൻ ആണ് ഓക്സിജൻ ഏറ്റവും ലാസ്റ്റേ വരുന്നുള്ളൂ. ഈ 17th ഗ്രൂപ്പിന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലോറിനും ഫ്ലൂറിനും തമ്മിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. അപ്പൊ ഈ എക്സെപ്ഷൻസ് എല്ലാം ഓർത്ത് വെക്കാം.